بسم الله الرحمن الرحيم لا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا صدق الله العظيم. ബഹുമാനമുള്ള അസ്സുആൽ വൽ ജവാബ് ക്ലാസ് റൂമിലെ ബഹുമാനികളെ, അതുപോലെ ഫിഖ്ഹ് മസ്അല ക്ലാസ് റൂമിലെ ബഹുമാനികളെ, മറ്റ് നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഗ്രൂപ്പുകളുണ്ട്. അവിടെയൊക്കെയുള്ള ബഹുമാനികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെ പ്രത്യേകമായ ഒരു വസ്തുത ഓർമ്മയിൽപ്പെടുത്താനാണ് ഇപ്പോൾ വോയിസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല മനുഷ്യനാകുന്ന നമ്മെ പടച്ചു. നമ്മെ പടച്ചിട്ട് അള്ളാഹു നമ്മെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. നമ്മെ താഴ്ത്തിയിട്ടല്ല അള്ളാഹു പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമാണ്. ഏതടിസ്ഥാനത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല ആ കലാം നമ്മെ അറിയിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്ത്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണല്ലോ, വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതിനെയും ചീത്തതിനെയും സത്യത്തെയും അസത്യത്തെയും ദുൽമിനെയും അക്രമത്തെയും അക്രമരഹിതമാവലിനെ ഒക്കെയും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ആ ബുദ്ധി തന്ന മനുഷ്യൻ ആ ബുദ്ധി കൊണ്ട് നന്മ മാത്രമേ അവൻ ചിന്തിക്കാവൂ, നന്മ മാത്രമേ അവൻ പ്രവർത്തിക്കാവൂ, നന്മയിലൂടെ മാത്രമേ അവൻ ചലിക്കാവൂ എന്നാണ്. അത് മനസ്സിലാക്കാൻ മനുഷ്യനായി ജനിച്ച ഒരാൾക്കും കൂടുതൽ ചിന്തിക്കേണ്ടതും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഒരാളും മനസ്സിലാക്കാൻ വൈകുന്ന ഒരു കാര്യമല്ല. ഒരാളും വിവരമില്ലാത്തവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭ്രാന്തനാണെങ്കിൽ പോലും അവനത് അംഗീകരിക്കാൻ പ്രയാസമല്ലേ? അങ്ങനെയാണ് മനുഷ്യന്റെ ഇടപെടലുകളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ചിന്തയും ശക്തിയും ഒന്നും തന്നെ ഞാൻ ഒരു വിവരമില്ലാത്തവനാണ്, ഞാൻ ഒരു ജാഹിലാണ് എന്ന് പറയാൻ ആരും തയ്യാറാവുകയില്ല. അങ്ങനെയല്ലേ വസ്തുത? അങ്ങനെയാണ് വസ്തുത. അപ്പോൾ ഒരു ജഹാലത്ത്, ഒരു വിഡ്ഢിത്തം എന്ന് പറയുന്നത് ഒരാളും സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അത് വളരെ പിച്ചപിച്ച് നടക്കുന്ന ചെറു പൈതങ്ങളാണെങ്കിൽ പോലും അവർക്കും അവരുടെ ഭാഷയിൽ അവർ ബുദ്ധിയുള്ളവർ തന്നെയാണ്. ഇങ്ങനെ വളരെ ചെറുത്, വളരെ വലുത്, വളരെ നടുക്ക് എന്ന് ചിന്തിക്കേണ്ടതില്ല. എവിടെ നൊട്ടു നോക്കിയാലും അത് ചെറിയ കുട്ടിയാവട്ടെ, വലിയവരാവട്ടെ, ചെറിയവരാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, ആരായാലും ഒരൊറ്റ മനുഷ്യനും അവൻ ചിന്തിക്കുന്നില്ല ഞാനൊരു ജാഹിലാണ് എന്ന്. ഇങ്ങനെയല്ലേ വസ്തുത? ഈ വസ്തുത മനസ്സിലാക്കാൻ നാം പറയുന്ന കോമ്പൗണ്ടിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. എവിടെ നിന്നാലും ഈ വസ്തുത വളരെ വ്യക്തമാണ്. എന്നിരിക്കെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചു. നമുക്ക് ഈമാനികമായ ശക്തിയും നമുക്ക് തന്നിട്ടുള്ളൂ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല. ആ ഈമാനികമായ ശക്തി കൊണ്ട് സഞ്ചരിക്കാനുള്ള ബോധവും നമുക്ക് തന്നു. ആ ബോധത്തിൽ ഏറ്റവും മുൻഗണന തരുന്നത് നമുക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞു തന്നപ്പോൾ അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. അവർക്കുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് സുദ്ദീഖൻ നബിയ്യ. അവർ സത്യം പറഞ്ഞിരുന്നവരായിരുന്നു എന്നതാണ്. ആ സത്യം പറഞ്ഞു എന്നതുകൊണ്ട് അവരെ ഔന്നത്യങ്ങളിൽ നിന്നും ഔന്നത്യത്തിലേക്ക് അള്ളാഹു അവരെ ഉയർത്തുകയും ഉണ്ടായി. അങ്ങനെ അവർക്ക് പ്രവാചകത്വം കൊടുക്കുകയും ഉണ്ടായി. അങ്ങനെ അവർ പ്രബോധന വീതിയിലേക്ക് സഞ്ചരിക്കുകയും പ്രബോധനം നടത്തുകയും ജനങ്ങൾക്ക് സത്യസന്ദേശം എത്തിക്കപ്പെടുകയും ചെയ്തു. ആ സത്യം പറഞ്ഞ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً إلى آخر الآية. അല്ലാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നു, ഒരു ഖലീഫയെ നിയമിക്കാൻ പോവുകയാണ്. ആ ഖലീഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേക്കിൽ വരുന്ന മനുഷ്യ സമൂഹമായിരുന്ന നമ്മൾ അതിന്റെ പ്രതിനിധികളാണ്. ഈ പ്രതിനിധികളായ നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഒരു ബോധവുമുണ്ട്. എന്താണ്? ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യർക്ക് മുമ്പിൽ, ആരുടെ മുമ്പിലും, അത് എന്റെ വിശ്വാസിയാവട്ടെ അനദർ വിശ്വാസിയാവട്ടെ, ആരായാലും അവരുടെ മുമ്പിലൊക്കെയും ഒരു സത്യമേ പറയാൻ പറ്റൂ എന്ന്. ആ സത്യമാണ് പഠിപ്പിച്ചിട്ട് തന്നിട്ടുള്ളതും. മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സത്യസന്ദേശമല്ലാതെ മറ്റൊന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ സത്യത്തിന്റെ വഴിധാര മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയുടെ അവന്റെ അടയാളം അവനിൽ ചിലപ്പോൾ പിശുക്കത്തരമുണ്ടായേക്കാം. ഒരിക്കലും അവനിൽ ചതിയും കളവും ഉണ്ടാവുകയില്ല. കളവുള്ള ഒരുത്തൻ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുകയില്ല എന്ന സത്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ നമുക്ക് അടുത്ത് വരാനിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. നല്ലൊരു ദിവസമാണ് പരിശുദ്ധമായ ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ്, അതായതാണ് യൗമുൽ ജുമുഅ. ജുമുഅ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഒരു ദിവസമാണ്. അതും അതിനോടനുബന്ധമായ ദിവസങ്ങളും നമ്മളിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് നാളെ മറ്റന്നാളായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് വർഷാവർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജൽപ്പനമുണ്ട്. എന്താണ് ആ ദിവസത്തിൽ? ഞാൻ ആ ദിവസത്തിന്റെ പേര് പറയുന്നില്ല, എടുത്തു പറയേണ്ടുന്ന ആവശ്യവുമില്ല. നാം കേട്ടിട്ടുണ്ട്, അന്ന് കളവ് പറയൽ അനുവദനീയമാണ് പോലും. എവിടുന്നാണ് ഈ വിജ്ഞാനം നമുക്ക് കിട്ടിയത്? എവിടുന്നാണ്? ഏത് നിയമ സംഹിതയാണ്, ഏത് തത്വ സംഹിതയാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്? എവിടെയും ആർക്കും ഒരു രേഖ ഇതിനെ കുറിച്ച് പറയാൻ കഴിയുമോ? ഇല്ല. പക്ഷെങ്കിൽ അത് അങ്ങോട്ട് വ്യാപകമാക്കിയിരിക്കുകയാണ്. എന്നിട്ട് പ്രായാധിക്യം ചെന്നവരെ വിളിച്ചുകൊണ്ട് ചതിക്കാനുള്ള അവരോട് വിളിച്ചിട്ട് കളവ് പറയുക, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് പറയുക, അതല്ലെങ്കിൽ മരണവാർത്ത പറയുക. ഇങ്ങനെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു രീതി അത്തരം ദിനങ്ങളിൽ എവിടുന്നോ കടന്നുകൂടിയിട്ടുണ്ട്. ആ കടന്നുകൂടിയതിനെ കുറിച്ച് നമ്മൾ ചിന്താശക്തിയുള്ളവരാവണം, ബോധവാന്മാരാവണം. നാം ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള വില കുറഞ്ഞ ആശയങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കൊടി പിടിക്കാൻ പാടില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ആ നല്ല ശൈലി, നല്ല രീതി അത് സമൂഹത്തിന് മാതൃകയും ആവണം. അങ്ങനെ ഉത്തമ മാതൃകയായിട്ട് ജീവിക്കാനുള്ള ഒരു രീതി നാം തെരഞ്ഞെടുക്കണം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ആ പ്രബോധന വീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന തത്വങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ കളവ് പറഞ്ഞോളും, ഒരു ദിവസം നിങ്ങൾ വിഡ്ഢികളായിക്കോളും എന്നുള്ളൊരു പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗവും കാണാൻ സാധ്യമല്ല. കഴിഞ്ഞു പോയ പ്രവാചകന്മാരും കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ ലോകത്തിന് വെളിച്ചം വീശിയ പരിശുദ്ധമായ ഖുർആനിന്റെ വശങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തരുന്നത് അതാണ്. നമുക്ക് മാതൃക കാണിച്ചു തന്ന മഹത്തുക്കളായ ആരെയും പരിശോധിച്ചു നോക്കിയാൽ അവരാരും തന്നെ ഇങ്ങനെ ഒരു ശൈലി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സമൂഹത്തിന് നന്മ വേണം, നമ്മുടെ നാട്ടിൽ നന്മ വേണം, നമ്മുടെ കുടുംബത്തിൽ നന്മ വേണം. ഒരാളും നമ്മെ കൊണ്ട് വഞ്ചിതരാവാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പാടില്ല, ഒരു നോക്കുകൊണ്ട് പാടില്ല, ഒരു സൂചന കൊണ്ട് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയാദർശ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നാം അത് മാതൃകയാക്കേണ്ടതും നാം ഇത്തരം വില കുറഞ്ഞ ആശയങ്ങളെ മാറ്റി നിർത്തേണ്ടതും അതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കേണ്ടതും സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആ വരുന്ന ദിവസങ്ങളെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്ന് വളരെ വ്യക്തമായ പാഠം നമുക്ക് ഈ പറഞ്ഞ ആശയങ്ങളിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നത് സത്യമല്ലേ? ആ സത്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരിക്കലും അസത്യമാകുന്ന കിതുബിലേക്ക് നാം പോവാൻ പാടില്ല. കാരണം പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം കളവ് പറയുന്നവന്റെ വുജൂഹും സുവദ്ദ എന്നാണ്. കറുത്തിരുണ്ട മുഖങ്ങളുമായിട്ട് നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ അല്ലാഹുവിന്റെ കോർട്ടിൽ ഹാജരാവേണ്ടി വരും. അവരെ കൊണ്ടുപോയി തള്ളപ്പെടുന്നത് അവരെയാണ്. അവിടെങ്ങോട്ടാണ്? അവിശ്വാസികളും ധിക്കാരികളും കിബറന്മാരുമായ ആളുകളെ കുറിച്ചാണ് കിദ്ദാബീങ്ങൾ എന്ന് പറഞ്ഞത്. മാത്രവുമല്ല, അവർക്കുള്ള ഓമന പേരെന്താണെന്നറിയുമോ? അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ മുനാഫിഖ് എന്നും കൂടി പറഞ്ഞ കപട വിശ്വാസികൾ. അത് മാത്രമല്ല, ഫാസിഖീങ്ങൾ എന്ന വാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാലിമീങ്ങൾ എന്ന പദവും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ബേസിക് നോക്കിയാൽ ഇവരിൽ ഉണ്ടായിരുന്ന വിഷയം എന്തായിരുന്നു? കിതുബായിരുന്നു. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക, സത്യത്തെ മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കുക. ആ വലിയ ഗൗരവമേറിയ വിഷയമാണ് ഈ പറയുന്ന അസത്യം വിഡ്ഢിത്തരവും ഉണ്ടാക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും പരത്തുകയും ചെയ്യുന്ന രീതിയെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വോയിസ് വെച്ചത്. ഖൈറിനെ പറയാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ, എല്ലാവരും ദുആ ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ, അല്ലാഹുമ്മ വജ്ജിഹ്നാ ഇലൽ ഖൈർ വജ്ജിഹിൽ ഖൈറ ഇലൈനാ യാ അർഹമർ റഹീമീൻ എന്ന ദുആയോടെ നിങ്ങളോടൊക്കെ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ചെറിയ വോയിസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.